അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ വിത്ത് കബീർ യൂട്യൂബ് ചാനലിലെ അൽ അർബഇയ്യ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴ്സിലെ 7ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ അന്നഹ്വുൽ വാളിഹിയിലെ ഇന്ന വ അഖവാതുഹ എന്ന പാഠമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 6ാമത്തെ എപ്പിസോഡിൽ കാന വ അഖവാതുഹ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇന്ന അഖവാത്തും. ചില മാറ്റങ്ങൾ ഏറാബിലും അതുപോലെ തന്നെ അർത്ഥത്തിലും ഉണ്ടാകും. വിഷയം ഇസ്മിയായ ജുംല നമ്മൾ പറഞ്ഞതാണ്. 2 ഇസ്മുകൾ കൂടി മുബ്തദയും ഖബറും, അതിൻ്റെ മുമ്പിൽ ഖാന വ അഖവാത്ത് വരുമ്പോൾ അതിൻ്റെ അർത്ഥമാറ്റവും ഏറാബിൽ വരുന്ന മാറ്റവും അതിൻ്റെ പേരിൽ വരുന്ന മാറ്റവും ഒക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇന്ന വ അഖവാത്തും, ഇന്നയും ഇന്നയുടെ സഹോദരികളും. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഖാന പറഞ്ഞതുപോലെ നമ്മൾ ഉദാഹരണത്തിലൂടെ പറയും. ഇന്ന എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് പറയാനുള്ള ഒരു ഹർഫാണ്. തീർച്ചയായും എന്നാണ് അർത്ഥം. തീർച്ചയായും. ഇപ്പോൾ ഉദാഹരണം നമ്മൾ ആദ്യത്തെ ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ അത്തുഫാഹത്തു ഹുൽവത്തുൻ, ആപ്പിള് മധുരമുള്ളതാണ്. അവിടെ ഇന്ന വരുമ്പോൾ ആപ്പിള് മധുരമുള്ളതാണ് എന്ന് ഒരു വിഷയം പറയുമ്പോൾ അതിൽ ഇന്ന വരുമ്പോൾ ഇന്ന തുഫാഹത ഹുൽവത്തുൻ, തീർച്ചയായും ആപ്പിള് മധുരമുണ്ട്, ഉറപ്പായിട്ടും ആപ്പിള് മധുരമുണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് തീർച്ചയായും എന്നുള്ളൊരു വിഷയം, ഒരു വാക്ക് വന്നു എന്നുള്ളതാണ്. പക്ഷെ അതിലുപരി അറബി ഭാഷയിൽ ഒരു കാര്യം നിഷേധിക്കുന്നവരോടാണ് സ്ട്രെസ് ചെയ്ത് പറയേണ്ടി വരിക. വെറും ഒരു വിവരം പറയുകയാണെങ്കിൽ പെട്ടെന്ന് തീർച്ചയായും ആപ്പിൾ മധുരമുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. ആപ്പിൾ മധുരമുണ്ട് എന്നുള്ളൊരു വിവരം അറിയിക്കാനാണെങ്കിൽ ആപ്പിൾ മധുരമുണ്ട് എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ അത് മധുരമുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അത് മധുരമൊന്നുമില്ല എന്ന് പറയുന്ന ഒരാളോട് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ ഇന്ന നമ്മൾ കൊടുക്കുക. അപ്പൊ ആ മുബ്തദയിലും ഖബറിലും അത്തുഫാഹത്ത് ഹുൽവത്തുൻ എന്നുള്ള ആ മുബ്തദയിലും ഖബറിലും ഇന്ന എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ഇന്ന തുഫാഹത്ത ഹുൽവത്തുൻ അങ്ങനെ മാറും. അതായത് അത്തുഫാഹത്തു എന്നുള്ളത് മുബ്തദയാണ്, അതിന് റഫ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ലമ്മത്താണ്. അത്തുഫാഹത്തു ഹുൽവത്തുൻ അതതിന്റെ ഖബറാണ്, അതിനും റഫാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇന്ന വരുമ്പോൾ ഇന്ന തുഫാഹത്ത നെസ്ബായി മാറി, ഫതഹായി മാറി മുബ്തദക്ക്. പിന്നെ അത് മുബ്തദയല്ല, പിന്നെ അത് ഇന്നന്റെ ഇസ്മാണ്. ഹുൽവത്ത് എന്നുള്ളത് ഇന്നന്റെ ഖബറാണ്, അതിന് റഫ് തന്നെ. നമ്മൾ കാനക്ക് പറഞ്ഞ അതിന്റെ നേരെ എതിര്. കാന നമ്മൾ പറഞ്ഞത് അതിന്റെ ഇസ്മിന് റഫ് ആണ്, ലൊമ്മ് തന്നെയാണ്, അതിന്റെ ഖബറിനാണ് നെസ്ബ് ഫതഹ്. എന്നാൽ ഇന്ന വരുമ്പോൾ നേരെ എതിര് മുബ്തദക്ക് ഫതഹ് എന്നത് പറഞ്ഞാൽ മൻസൂബ് നെസ്ബാണ്, ഖബർ റഫ് തന്നെ. നമ്മൾ ഉദാഹരണത്തിലേക്ക് വരാം. അൽ അംസില. അൽ ജമലു സബൂറുൻ. അൽ ജമലു സബൂറുൻ അത് മുബ്തദയും അതിന്റെ ഖബറുമാണ്. അൽ ജമലു ഒട്ടകം, സബൂറുൻ ക്ഷമയുള്ള ജീവിയാണ്, നല്ല ക്ഷമയുള്ള ജീവിയാണ് ഒട്ടകം. ഇവിടെ അൽ ജമലു എന്നുള്ളത് മുബ്തദയും സബൂറുൻ എന്നുള്ളത് അതിന്റെ ഖബറുമാണ് ശരിക്ക്. എന്നാൽ അതിലേക്ക് ഇന്ന നമ്മൾ കൊടുക്കുമ്പോൾ, ക്ഷമയില്ല എന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ ഇല്ല എന്ന് നിഷേധിക്കുന്ന ആളോട് പറയുമ്പോൾ ഇന്ന എന്നുള്ളൊരു സ്ട്രെസ് നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ അത് മാറുന്നത് നോക്കൂ. ഇന്നൽ ജമല സബൂറുൻ. അപ്പൊ അൽ ജമലു എന്ന് പറഞ്ഞത് ഇന്ന കൊടുത്തപ്പോൾ ഇന്നൽ ജമല. എന്തിനാണ് ഇന്ന കൊടുക്കുന്നത്? ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാൻ, തീർച്ചയായും എന്നുള്ളൊരു അർത്ഥം കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഇന്നൽ ജമല സബൂറുൻ, ഒട്ടകം തീർച്ചയായും ഒട്ടകം ക്ഷമയുള്ള ജീവിയാണ്. അൽ ഹറമു ഖദീമുൻ, ഗോപുരം ഖദീമുൻ വളരെ പഴയതാണ്. അൽ ഹറമു ഖദീമുൻ, ഗോപുരം പഴയതാണ്. നമ്മൾ അതിൽ ഇന്ന കൊടുക്കുമ്പോൾ ഇന്നൽ ഹറമ, തീർച്ചയായും ഗോപുരം ഖദീമുൻ പഴയതാണ്. അവിടെ ഇന്ന അതിന്റെ ശേഷം അൽ ഹറമ എന്നുള്ളത് ഇന്നന്റെ ഇസ്മായി മാറി. ആദ്യം അത് മുബ്തദയായിരുന്നു. അൽ ഹറമു ഖദീമുൻ എന്ന് മാത്രം പറഞ്ഞപ്പോൾ അത് മുബ്തദയായിരുന്നു. ഇപ്പൊ അത് ഇന്നന്റെ ഇസ്മായി മാറി, ഖദീമുൻ അതിന്റെ ഖബറുമാണ്. അപ്പൊ ഇന്നൽ ഹറമ ഖദീമുൻ. ഈ 2 ഉദാഹരണങ്ങളിലും പിന്നെ മുബ്തദ ഖബർ ഉണ്ടായിരുന്നു. അതിൽ ഇന്ന എന്നുള്ള ഹർഫ് വന്നപ്പോൾ എന്തായി? അതിന്റെ ഹർക്കത്ത് മാറി, ആ മുബ്തദയും ഖബറിന്റെ കോലം തന്നെ മാറി. അത് മുബ്തദ എന്നുള്ളത് ഇന്നന്റെ ഇസ്മായി മാറി, അതിന് നെസ്ബായി, അതിന് ഫതഹായി. ഹറമ എന്നുള്ളത് അല്ല, അതിന് ശേഷം വന്ന ഖദീമുൻ എന്നുള്ളത് ഖബറാണ്, അത് ഇന്നന്റെ ഖബറാണ്. നമ്മൾ മുബ്തദാന്റെ ഖബറല്ല, ഇന്നന്റെ ഖബറാണ്, അതിന് റഫാണ്, ലമ്മത്താണ്.
ഇനി രണ്ടാമത്തെ സെക്ഷനിലുള്ള മൂന്നാമത്തെ ഉദാഹരണം അൽ ഇംതിഹാനു ഖരീബുൻ, പരീക്ഷ അടുത്താണ്. പരീക്ഷ ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട്, ഡേറ്റ് അടുത്തിട്ടുണ്ട്. അൽ ഇംതിഹാനു പരീക്ഷ ഖരീബുൻ അടുത്താണ്. അതിൽ നമ്മൾ സ്ട്രെസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്നന്റെ ഒരു അഹവാത്തിൽപ്പെട്ട ഒരാളാണ് അന്ന. ഇന്നയും അന്നയും ഒരേ അർത്ഥം തന്നെയാണ്. ഉദാഹരണം നോക്കൂ, അലിംതു ഞാൻ മനസ്സിലാക്കി, അന്നൽ ഇംതിഹാന ഖരീബുൻ. അലിംതു ഞാൻ മനസ്സിലാക്കി, അന്നൽ ഇംതിഹാന തീർച്ചയായും പരീക്ഷ ഖരീബുൻ അടുത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അവിടെ അന്നയും ഇന്നയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇന്നയും അന്നയും ഒരേ അർത്ഥം തന്നെയാണ്, തീർച്ചയായും എന്ന് പറയാനുള്ളത് തന്നെയാണ്. ഒരു സംശയിച്ചു നിൽക്കുന്നവന് അല്ലെങ്കിൽ നിഷേധിക്കുന്നവന് ഈ വിഷയം സ്ട്രെസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ തന്നെയാണ് ഇന്നയും അന്നയും ഉപയോഗിക്കുക. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒരു ജുംലയുടെ ഒരു വാചകത്തിന്റെ തുടക്കത്തിൽ വരികയാണെങ്കിൽ ഇന്ന എന്നാണ് വായിക്കുക. ഒരു വാചകത്തിന്റെ മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യം വേറെ എന്തെങ്കിലും ഒരു വാക്ക് തുടങ്ങി പിന്നെയാണ് ഇത് വരുന്നതെങ്കിൽ അതിന് അന്ന എന്നാണ് വായിക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണം നോക്കൂ, ഇന്നൽ ജമല സബൂറുൻ എന്ന് അതൊരു തുടക്കം തന്നെയാണ്. പക്ഷെ ഇവിടെ മൂന്നാമത്തെ ഉദാഹരണത്തിൽ അലിംതു എന്നുള്ളൊരു വാക്കിന് ശേഷമാണ് ഈ തഅ്കീദ് വന്നത്. ഇതിന് തഅ്കീദ് എന്ന് പറഞ്ഞത് ഹർഫ് തഅ്കീദാണ്. തഅ്കീദ് എന്നാൽ സ്ട്രെസ് ചെയ്യുക, ഒന്ന് ഊന്നി പറയുക. അപ്പോ അത് വന്നത് അലിംതു എന്നുള്ള വാക്കിന്റെ ശേഷമാണ്. അപ്പൊ അന്ന അർത്ഥമൊക്കെ ഒന്ന് തന്നെയാണ്. അതിന്റെ മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അത് ഇസ്മായിരിക്കും, ഇസ്മിന് നെസ്ബായിരിക്കും, ഫതഹായിരിക്കും, അതിന്റെ ശേഷം ഖബർ ഉണ്ടാകും, ആ ഖബറിന് റഫ് ആയിരിക്കും. അപ്പൊ അലിംതു ഞാൻ മനസ്സിലാക്കി, അന്നൽ ഇംതിഹാന പരീക്ഷ ഖരീബുൻ അടുത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി. നാലാമത്തെ ഉദാഹരണം അസ്സഹ്റത്തു നാദിറത്തുൻ, പൂവ് നല്ല ഫ്രഷ് ആണ് അല്ലെങ്കിൽ പുഷ്പിച്ചു നിൽക്കുന്നതാണ്, നല്ല ഫ്രഷിന് വാടാത്തതിനാണ് നാദിർ എന്ന് പറയല്. അപ്പൊ അസ്സഹ്റത്തു നാദിറത്ത് എന്നുള്ളത് മുബ്തദയും ഖബറുമാണ്. ഇനി അതിന്റെ ഉദാഹരണം നോക്കൂ, യസുറുനി എന്നെ സന്തോഷിപ്പിക്കുന്നു, അന്നസ്സഹ്റത നാദിറത്തുൻ, യസുറുനി എന്നെ സന്തോഷിപ്പിക്കുന്നു, അന്നസ്സഹ്റത നാദിറത്തുൻ പുഷ്പം പുഷ്പിച്ചു നിൽക്കുന്നതാണ്, നല്ല വാടാതെ ഫ്രഷ് ആണ് എന്നുള്ളത് എന്നെ സന്തോഷിപ്പിക്കുന്നു. അപ്പോൾ അവിടെ യസുറുനി എന്നുള്ള വാക്കിന്റെ ശേഷം തഅ്കീദ് വന്നതുകൊണ്ടാണ് അന്ന എന്ന് പറഞ്ഞത്. വെറുതെ യസുറുനൊന്നും ഇല്ലാതെ പറയുകയാണെങ്കിൽ ഇന്ന സഹ്റത നാദിറത്തുൻ എന്നാണ് പറയേണ്ടത്, ഇന്ന സഹ്റത നാദിറത്തുൻ. പക്ഷെ അവിടെ ഒരു വാക്ക് അതിന്റെ മുമ്പ് ഒരു വാക്ക് ഉണ്ടായത് കൊണ്ടാണ് എന്ത് വന്നത്, അന്ന എന്ന് പറയേണ്ടി വന്നത്. ഇനി അഞ്ചാമത്തെ ഉദാഹരണം അൽ കിതാബു ഉസ്താദ്, ബുക്ക് അധ്യാപകനാണ്. അൽ കിതാബു, കിതാബ് എന്ന് പറഞ്ഞാൽ അത് അധ്യാപകനാണ്, ഉസ്താദാണ്. അതിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇന്നന്റെ അഹവാത്തിൽപ്പെട്ടത് കഅന്ന എന്നാണ്. കഅന്ന എന്നുള്ളത് സ്ട്രെസ് തന്നെയാണ്, പക്ഷെ അത് ഒന്ന് കമ്പാരിസൺ ചെയ്യാനാണ്. അതുപോലെയുണ്ട് എന്നുള്ളൊരു അർത്ഥം വരാൻ വേണ്ടിയാണ്. തീർച്ചയായും അതുപോലെയുണ്ട്, അതിലൊരു തഅ്കീദുണ്ട്, ഊന്നി പറയലുണ്ട്, ഒരു സ്ട്രെസ് ഉണ്ട്, അതിന്റെ കൂടെ എന്തുണ്ട്, ഒരു കമ്പാരിസന്, അതുപോലെ എന്ന് പറയല്. ഇപ്പൊ ഉദാഹരണം അൽ കിതാബ് ഉസ്താദുൻ, കിതാബ് അധ്യാപകനാണ്. ശരിക്കും കിതാബ് എന്ന് പറഞ്ഞാൽ അധ്യാപകനല്ലല്ലോ, അപ്പൊ അവിടെ ഒരു കമ്പാരിസൺ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ കഅന്നൽ കിതാബ ഉസ്താദുൻ, കിതാബ് അധ്യാപകനെ പോലെയുണ്ട്. തീർച്ചയായും കിതാബ് അധ്യാപകനെ പോലെയുണ്ട്, തീർച്ചയായും കിതാബ് അധ്യാപകനെ പോലെയുണ്ട്. അവിടെ കഅന്നൽ കിതാബ, കഅന്നന്റെ ഇസ്മായിട്ടാണ് കിതാബ് വന്നിട്ടുള്ളത്. അപ്പൊ ഇസ്മിന് നെസ്ബ് കൊടുത്തു, ഫതഹ് കൊടുത്തു. കഅന്നൽ കിതാബ ഉസ്താദുൻ, കിതാബ് ഉസ്താദാണ്. അൽ ഖമറു മിസ്ബാഹുൻ, ഖമർ ചന്ദ്രൻ വിളക്കാണ്. ചന്ദ്രൻ ശരിക്കും വിളക്കല്ല, അതൊരു കമ്പാരിസൺ ആണ്. അതിന് ഉദാഹരണം കൊടുത്തിട്ടുള്ളത്, അതിന്റെ ശേഷം കൊടുത്തിട്ടുള്ളത് കഅന്നൽ ഖമറ മിസ്ബാഹുൻ, ചന്ദ്രൻ വിളക്ക് പോലെയുണ്ട്. തീർച്ചയായും കഅന്നൽ ഖമറ, തീർച്ചയായും ഖമർ മിസ്ബാഹുൻ വിളക്ക് പോലെയുണ്ട്, വിളക്ക് പോലെയുണ്ട്. അവിടെ കഅന്ന എന്നുള്ളത് ഇന്നന്റെ അഖവാത്ത് വന്നു, അതിന് ഒരു കമ്പാരിസൺ അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്, തീർച്ചയായും അതുപോലെ ഉണ്ട് എന്ന് അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. അത് വന്നപ്പോൾ അൽ ഖമറു മിസ്ബാഹുൻ എന്ന മുബ്തദയും ഖബറും എന്തായി മാറി, കഅന്നന്റെ ഇസ്മായി മാറി ഖമർ. അപ്പൊ അതിന് നെസ്ബ് കിട്ടി, ഫതഹ് കിട്ടി. അതിനുശേഷം മിസ്ബാഹു എന്നുള്ളത് അതിന്റെ ഖബറായി മാറി, അതിന്റെ റഫ് തന്നെ, ലമ്മത്ത് തന്നെ. അടുത്ത ഉദാഹരണം അൽ അസാഫു ഖദീമുൻ, ഫർണിച്ചർ. ഖദീമുൻ പഴയതാണ്, വീട്ടുപകരണങ്ങൾ അല്ലെങ്കിൽ ഫർണിച്ചർ, അത് ഖദീമുൻ പഴയതാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് അൽ ബൈത്തു ജദീദുൻ, വീട് പുതിയതാണ്. ലാകിന്നൽ അസാഫ ഖദീമുൻ, പക്ഷേ, ബട്ട് എന്നുള്ള അർത്ഥം കൊടുക്കാനാണ്. പക്ഷേ, ലാകിന്നൽ അസാഫ ഖദീമുൻ, പക്ഷേ ഫർണിച്ചറൊക്കെ പഴയതാണ്.
നോക്കൂ, ഒരു ബട്ട് എന്നുള്ള ഒരു അർത്ഥം കൊടുക്കാൻ വേണ്ടി, അർത്ഥം വരാൻ വേണ്ടി ലാക്കിന്ന എന്നുള്ള ഒരു വാക്കാണ് നമ്മൾ കൊണ്ടുവന്നുള്ളത്. ഈ ലാക്കിന്നയും ഇന്ന അഹവാത്തിൽപ്പെട്ടതാണ്. അതായത് ഇന്ന അഹവാത്തിന്റെ ഇന്നയുടെ അതേ പ്രവർത്തനം തന്നെയാണ്. അതിനൊരു ഇസ്മുണ്ടാവും, ഒരു ഖബർ ഉണ്ടാകും. ആ ഇസ്മിന് നെസ്ബായിരിക്കും, ഖബറിന് റഫ് ആയിരിക്കും. നെസ്ബ് എന്ന് പറഞ്ഞാൽ ഫതഹത്ത്, ഖബറിന് റഫ് ആയിരിക്കും. റഫ് എന്ന് പറഞ്ഞാൽ ലമ്മത്ത്. മുബ്തദയും ഖബറുമാണ് ആദ്യം ഉണ്ടാവുക. അതിലേക്ക് ഇത് ചേരുമ്പോൾ ഇത് ഇസ്മു ഖബറുമായി മാറുകയാണ് എന്നൊക്കെ അത് ഇതുപോലെ തന്നെയാണ്. അപ്പൊ അൽ ബൈത്തു ജദീദുൻ, വീട് പുതിയതാണ്. ലാക്കിന്നൽ അസാസ ഖദീമുൻ, പക്ഷേ ഫർണിച്ചർ പഴയതാണ്. എട്ടാമത്തെ ഉദാഹരണം അൽ ഖസായിറു ഖലീലത്തുൻ. അൽ ഖസായിറു ഖലീലത്തുൻ, നഷ്ടം ചെറുതാണ്, നഷ്ടങ്ങൾ. അൽ ഖസായിറു എന്ന് പറഞ്ഞാൽ നഷ്ടങ്ങൾ, ഖലീലത്തുൻ കുറച്ചേ ഉള്ളൂ, നഷ്ടങ്ങൾ കുറച്ചേ ഉള്ളൂ. അതിൽ നമ്മൾ ഇന്ന അഖവാത്തിൽ വന്നത് ലാക്കിന്ന വന്നത് എങ്ങനെ? ശബ്ബത്തിന്നാറു, തീ പടർന്നു, ആളിപ്പടർന്നു. ലാക്കിന്നൽ ഖസായിറ ഖലീലത്തുൻ, തീയൊക്കെ ആളിപ്പടർന്നിട്ടുണ്ട്. ലാക്കിന്നൽ ഖസായിറ ഖലീലത്തുൻ, പക്ഷേ നഷ്ടങ്ങൾ കുറവാണ്. തീ ആളിപ്പടർന്നു, ശബ്ബത്തിന്നാറു, തീ ആളിപ്പടർന്നു. ലാക്കിന്നൽ ഖസായിറ ഖലീലത്തുൻ, പക്ഷേ നഷ്ടങ്ങൾ കുറവാണ്. അവിടെ ലാക്കിന്ന എന്നുള്ളൊരു ഹർഫ് വന്നതുകൊണ്ട് അൽ ഖസായിറ ഖലീലത്തുൻ എന്നുള്ള ഇസ്മും ഖബറുമായി മാറി. ഖസായിർ എന്നുള്ളത് ലാക്കിന്നന്റെ ഇസ്മായി, അതിന് നെസ്ബാണ്, ഫതഹാണ്. ഖലീലത്തുൻ എന്നുള്ളത് അതിന്റെ ഖബറാണ്, അതിന് ലമ്മത്താണ്. ഒമ്പതാമത്തെ ഉദാഹരണം അൽ ഫാക്കിഹത്തു നാളിജത്തുൻ, പഴം പഴുത്തതാണ്. നാളിജ് എന്നാൽ പഴുത്തത്. അൽ ഫാക്കിഹത്തു നാളിജത്തുൻ, പഴം പഴുത്തതാണ്. അത് നമ്മൾ ഇന്ന അഖവാത്തിൽപ്പെട്ട ലൈത്തയാണ് വന്നിട്ടുള്ളത്. ലൈത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ടല്ല, നടക്കാത്ത സ്വപ്നം, ഒരു മോഹം, വ്യാമോഹം എന്നൊക്കെ പറയാം. വ്യാമോഹം, വെറുതെ ആഗ്രഹിക്കുക, ഒരിക്കലും നടക്കൂല എന്ന് ഉറപ്പാണ്. അതിനെ ആഗ്രഹിക്കുന്നതിനാണ്, ആഗ്രഹിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹർഫാണ് ലൈത്ത. ലൈത്തൽ ഫാക്കിഹത നാദിജത്തുൻ, ആ പഴം പഴുത്തതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ പഴം ഇനി പഴുക്കൂല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള ഒരു പറച്ചിലാണ്. ആ പഴം ഇനി പഴുക്കൂല, പക്ഷെ അപ്പൊ അവിടെ ആഗ്രഹിക്കുകയാണ്, ആ പഴം പഴുത്തതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ഒരു അർത്ഥം സൂചിപ്പിക്കാനാണ് ലൈത്ത കൊണ്ടുവരുന്നത്. നമ്മൾ അൽ ഫാക്കിഹത്തു നാദിജത്തുൻ എന്ന് പറഞ്ഞാൽ പഴം പഴുത്തതാണ്, അതങ്ങനെ പഴുത്തതാണ്. പക്ഷെ ഒരിക്കലും പഴുക്കാത്തൊരു കാര്യത്തെ അതിനെ ആഗ്രഹിക്കുന്നതിന് ലൈത്തൽ ഫാക്കിഹത നാദിജത്തുൻ, ആ പഴം പഴുത്തതാണെങ്കിൽ എത്ര നന്നായിരുന്നു. അവിടെ ലൈത്തന്റെ ഇസ്മായിട്ടാണ് ഫാക്കിഹത്ത് വന്നിട്ടുള്ളത്. അതിന് നെസ്ബാണ് എന്ന് പറഞ്ഞാൽ ഫാക്കിഹത്ത, ത എന്നുള്ളതിന് അകാരമാണ്, നെസ്ബാണ്, ഫതഹാണ്. നാളിജത്തുൻ എന്നുള്ളത് ഖബറാണ്, അതിന് റഫ് ആണ്. റഫ് എന്ന് പറഞ്ഞാൽ ലമ്മത്താണ്. പത്താമത്തെ ഉദാഹരണം അൽ ഖമറു താലിഉൻ, ചന്ദ്രൻ ഉദിച്ചു നിൽക്കുകയാണ്. ചന്ദ്രൻ ഉദിച്ചു നിൽക്കുകയാണ്. ചന്ദ്രൻ ഉദിക്കാത്ത സമയത്താണ് പറയുന്നത് ലൈത്തൽ ഖമറ താലിഉൻ, ചന്ദ്രൻ ഉദിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ എന്തായാലും ചന്ദ്രൻ ഉദിക്കൂല ആ സമയത്ത്. അപ്പൊ പറയണ ലൈത്തൽ ഖമറ താലിഉൻ, ചന്ദ്രൻ ഉദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവിടെ ലൈത്തയുടെ ഇസ്മാണ് അൽ ഖമറ, ലൈത്തൽ ഖമറ. തോലി എന്നുള്ളത് അതിന്റെ ഖബറാണ്, അത് റഫ് ആണ്, ലമ്മത്താണ്. അപ്പൊ ലൈത്തൽ ഖമറ തോലിഉൻ. അൽ കിതാബു റഖീസുൻ, 11ാമത്തെ ഉദാഹരണം. കിതാബ് വില കുറഞ്ഞതാണ്, ചീപ്പ് റേറ്റിൽ കിട്ടുന്നതാണ്. അൽ കിതാബു ബുക്ക്, റഖീസുൻ വില കുറഞ്ഞതാണ്. അത് ഇന്ന അഖവാത്ത് കൊടുത്തിട്ടുള്ളത് ലഅല്ലൽ കിതാബ റഖീസുൻ. ഈ ലൈത്തയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് സംഭവിക്കാൻ സാധ്യത ഉള്ളത് ആഗ്രഹിക്കുക. ഹോപ്പ് നമ്മൾ പറയും, പ്രതീക്ഷ, അത് സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ലഅല്ലൽ കിതാബ, കിതാബ് ആയേക്കാം, റഖീസുൻ വില കുറഞ്ഞതായേക്കാം. വില കുറഞ്ഞെങ്കിൽ നന്നായിരുന്നു എന്ന് അർത്ഥം വെക്കാം. വില കുറഞ്ഞതായേക്കാം, കുറയാൻ സാധ്യതയുണ്ട്, അത് നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ലൈത്തൽ കിതാബ റഖീസുൻ, കിതാബ് വില കുറഞ്ഞതായേക്കാം. നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കുക, ചിലപ്പോൾ വില കുറയും എന്നും പ്രതീക്ഷിക്കാം, എന്ന് അങ്ങനെയും പറയാം. അപ്പൊ ലഅല്ലൽ കിതാബ്, ലഅല്ലന്റെ ഇസ്മായിട്ടാണ് കിതാബ് വന്നിട്ടുള്ളത്. റഖീസുൻ എന്നുള്ളത് അതിന്റെ ഖബറാണ്. 12ാമത്തെ ഉദാഹരണം അൽ മരീദു നായിമുൻ, രോഗി ഉറങ്ങുകയാണ്. രോഗി ഉറങ്ങുകയാണ്. അതിന് ലഅല്ല കൊടുത്തപ്പോ ലഅല്ലൽ മരീദ നായിമുൻ, ലഅല്ലൽ മരീദ. ലഅല്ലന്റെ ശേഷം മരീദ് എന്നുള്ളത് ഇസ്മാണ്. അപ്പൊ ആ ഇസ്മിന് ഫതഹാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഫതഹ് അതായത് നെസ്ബാണ്, മൻസൂബാണ്. അപ്പൊ ലഅല്ലൽ മരീദ നായിമുൻ, രോഗി ആയേക്കാം, നായിമുൻ ഉറങ്ങുന്നവനായേക്കാം. രോഗി ഉറങ്ങിയിട്ടുണ്ടാകാം, ഇപ്പൊ പോയിട്ട് കാര്യമില്ല, ചിലപ്പോൾ രോഗി ഉറങ്ങിയിട്ടുണ്ടാകാം, അത് സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഈ ഒരു 12 ഉദാഹരണങ്ങളിൽ നിന്നും നമ്മൾ 6 ഇന്നയും അഖവാത്തും പഠിച്ചു. ഇന്ന അടക്കം 6 ഇന്നയുടെ 5 സഹോദരിമാരെ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഇന്ന, അതുപോലെ തന്നെ അന്ന, കഅന്ന, ലാകിന്ന, ലൈത്ത,
ലഅല്ല. ഇനി അതിന്റെ കായിദയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. 21ാമത്തെ കായിദ, ഇന്ന വ അന്ന വ കഅന്ന വലാകിന്ന വലൈത വലഅല്ല തദ്ഖുലു, അത് പ്രവേശിക്കും അലൽ മുബ്തദഇ വൽ ഖബരി, മുബ്തദ ഖബറിന്റെ മേൽ പ്രവേശിക്കും. നമ്മുടെ ഉദാഹരണങ്ങളിലൊക്കെ ഒരു മുബ്തദയും ഖബറുമായിരുന്നു ആദ്യം. എന്നിട്ട് ഫതൻസിബുൽ മുബ്തദ, അത് മുബ്തദഇന് നെസ്ബ് ചെയ്യും. ആദ്യം അതിന് റഫ് ആയിരുന്നു, ഉ എന്ന് പറയുന്നത്. ഈ ഹർഫുകൾ പ്രവേശിച്ചപ്പോ അതെന്തായി? നെസ്ബായി മാറി. വയുസമ്മ ഇസ്മഹ, അതിന് ഇസ്മു എന്ന് പറയും. പിന്നെ മുബ്തദക്ക് പിന്നെ മുബ്തദ എന്ന് പറയില്ല, പിന്നെ ഇന്നന്റെ ഇസ്മു അല്ലെങ്കിൽ അന്നന്റെ ഇസ്മു, കാന്നന്റെ ഇസ്മു, ലാക്കിന്റെ ഇസ്മു, ലൈത്തിന്റെ ഇസ്മു, ലാലന്റെ ഇസ്മു, അങ്ങനെ പറയുള്ളൂ. വതർഫഉൽ ഖബറ, ഖബറിന് അത് റഫ് ചെയ്യും. രണ്ടാമത്തത്, അതായത് ആ ഒരു മുബ്തദന്റെ പൂർത്തീകരണമാണല്ലോ ഖബറ, ഖബറിന് അത് റഫ് ചെയ്യും. വയുസമ്മ ഖബറഹ, അതിന്റെ ഖബർ എന്ന് പറയും. ഈ ഹർഫുകളുടെ ഖബറാണ് അത് എന്ന് പറയും, അതിന് റഫ് ആയിരിക്കും. ഇനി അതിന്റെ ഒരു തംരീന് നമുക്ക് നോക്കാം. തംരീൻ, ബയ്യിൻ കുല്ല ഇസ്മിൻ വ ഖബരിൻ ലിഇന്ന വ അഖവാതിഹാ ഫിൽ ഇബാറാത്തിൽ ആതിയ, താഴെ വരുന്ന വാചകങ്ങളിൽ, ഇബാറാത്ത് എന്ന് പറഞ്ഞ വാചകങ്ങളിൽ ഇന്നയുടെയും ഇന്നയുടെ അഖവാത്ത് സഹോദരിമാരുടെയും ഇസ്മിനെയും ഖബറിനെയും വ്യക്തമാക്കുക. താഴെ വരുന്ന വാചകങ്ങളിലെ ഇന്നയുടെയും അതിന്റെ സഹോദരിമാരുടെയും ഇസ്മിനെയും ഖബറിനെയും വ്യക്തമാക്കുക. ഒന്ന്, ലഅല്ല തുഫാഹ കസീറുൻ, ആപ്പിള് ആയേക്കാം, കസീറുൻ കൂടുതലുണ്ടായേക്കാം. ലഅല്ല തുഫാഹ, അവിടെ ലഅല്ലന്റെ ഇസ്മാണ് തുഫാഹ്, കസീർ എന്നുള്ളത് അതിന്റെ ഖബറാണ്. ഇന്നൻ നവാഫത വാജിബത്തുൻ, തീർച്ചയായും വൃത്തി നിർബന്ധമാണ്. ഹൈജീൻ, തീർച്ചയായും ഹൈജീൻ എന്ന് പറഞ്ഞാൽ വൃത്തി നിർബന്ധമാണ്. വാജിബത്തുൻ, അപ്പൊ ഇന്നൻ നവാഫത, ഇന്നയുടെ ഇസ്മായിട്ടാണ് നവാഫത്ത് വരുന്നത്. വാജിബത്തുൻ അതിന്റെ ഖബറുമാണ്. ലൈതൽ ബലീദ മുജ്തഹിദുൻ, ബലീദ് എന്ന് പറഞ്ഞാൽ പൊട്ടൻ, മൂടൻ, അവനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മുജ്തഹിദുൻ, നല്ല പരിശ്രമിയായിരുന്നെങ്കിൽ. ഒരിക്കലും അങ്ങനെ ആവൂലല്ലോ, ആവാൻ സാധ്യതയല്ലല്ലോ. അപ്പൊ ലൈതൽ ബലീദ മുജ്തഹിദുൻ, ബലീദ് പൊട്ടന് പരിശ്രമിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവിടെ ലൈത്തന്റെ ഇസ്മായിട്ടാണ് ബലീദ് വന്നിട്ടുള്ളത്. മുജ്തഹിദുൻ അതിന്റെ ഖബറുമാണ്. വജത്തു, ഞാൻ മനസ്സിലാക്കി, അന്നൽ അഖ്റബ മൈത്തത്തുൻ, ആ തേള് ശവമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി, ചത്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അവിടെ വജത്തു എന്നുള്ളൊരു വാക്ക് വന്നതുകൊണ്ടാണ് ഇന്നക്ക് പകരം അന്ന എന്ന് വന്നത്. തീർച്ചയായും എന്നുള്ള അർത്ഥം തന്നെയാണ് അവിടെ. അപ്പോ വജത്തു അന്നൽ അഖ്റബ മൈത്തത്തുൻ, തേള് ശവമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അഞ്ചാമത്തെ ഉദാഹരണം, ലഅല്ല താജിറ റാബിഹുൻ, കച്ചവടക്കാരൻ ലാഭിച്ചേക്കാം, കച്ചവടക്കാരന് ലാഭം കിട്ടിയേക്കാം. അവിടെ താജിർ എന്നുള്ളത് ഇസ്മാണ്, റാബിഹിം എന്നുള്ളത് അതിന്റെ ഖബറുമാണ്. ഇംതനഅൽ മതറു, മഴ നിന്നു. ഇംതനഅൽ മതറു, മഴ നിന്നു, മഴ പെയ്യുന്നില്ല. ലാകിന്ന സഹാബ കസീറുൻ, പക്ഷേ മേഘം കൂടുതലാണ്. മേഘം ആകാശത്ത് കൂടുതൽ കാണുന്നുണ്ട്, പക്ഷെ മഴ പെയ്യുന്നില്ല, മഴ നിന്നു. ഇതാണ് ഒരു തംരീന്. ഇൻഷാ അല്ലാഹ് ഇനിയും തംരീനുകൾ ഉണ്ട്. ആ തംരീനുകളൊക്കെ നമുക്ക് എക്സസൈസിലൂടെ അതിന്റെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇന്നയും അതിന്റെ അഖവാത്തുമാണ്. പിന്നെ മുബ്തദയുടെയും ഖബറിന്റെ മേലിലാണ് അത് പ്രവേശിക്കുക. മുബ്തദ ഖബർ എന്ന് പറഞ്ഞാൽ രണ്ട് ഇസ്മ, രണ്ട് കലിമത്തുകൾ കൊണ്ടുള്ള ഒരു ജുംല മുഫീദയാണ്. അത് ആ രണ്ട് കലിമത്തുകളും ഇസ്മ ആയിരിക്കും. അപ്പൊ ഒന്നിന് മുബ്തദ എന്നും പറയും, അതായത് ആദ്യം തുടങ്ങുന്നതിന് മുബ്തദ എന്ന് പറയും, അത് അതിന്റെ പൂർത്തീകരണത്തിന് അവസാനിക്കുന്നതിന് ഖബർ എന്ന് പറയും. അപ്പൊ മുബ്തദയും ഖബറുമുള്ള ഒരു ജുംലയിൽ പ്രവേശിക്കുന്ന ഹർഫുകളാണ് ഇന്നയും അതിന്റെ അഖവാത്തും. ആ ഇന്നയും അതിന്റെ അഖവാത്തും പ്രവേശിക്കുമ്പോൾ അതിന്റെ ചില രൂപമാറ്റങ്ങൾ സംഭവിക്കും. അതായത് അതിന്റെ ഏറാബിന്, ഹർക്കത്തിന് രൂപമാറ്റം സംഭവിക്കും, അർത്ഥത്തിനും രൂപമാറ്റം സംഭവിക്കും. ഇതാണ് ഈ ഒരു പാഠത്തിൽ പറഞ്ഞത്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത പാഠവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.